കുറെ ദിവസങ്ങളായി അത് തന്നെയാണ്. പക്ഷേ നിലമ്പൂരിലെ PV അൻവർ നടത്തിയ പൊതുസമ്മേളനം അതിന്റെ അലയൊലികളായിരിക്കും തീർച്ചയായും ഇന്ന് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിന്റെ തുടർ പ്രതികരണങ്ങൾ ഉണ്ടാകും. CPM ഇതിനെ എങ്ങനെ പ്രതിരോധിക്കും എന്നുള്ളത് നമുക്ക് നോക്കിക്കാണേണ്ടതുണ്ട്. ഉച്ചയ്ക്ക് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അൻവർ പറഞ്ഞത് താൻ 50 കസേര ഇട്ടിട്ടുണ്ട്, ഒരു 50 പേരെ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞ സ്ഥലത്ത് 5000-ലധികം പേർ കൂടിയ വലിയൊരു പ്രകടനമായി അൻവറിന്റെ സമ്മേളനം മാറുകയായിരുന്നു. തീർച്ചയായും അൻവർ എന്ന രാഷ്ട്രീയക്കാരന്റെ ശക്തി പ്രകടനമായി അത് മാറുകയായിരുന്നു എന്നുള്ളതിൽ സംശയമില്ല. ഇന്ന് കോഴിക്കോടാണ് അൻവർ ഉള്ളത്. കോഴിക്കോട്ടും അദ്ദേഹം ചില വെളിപ്പെടുത്തലുകൾ നടത്തും. ഇന്നലെ നമ്മൾ കണ്ടതാണ് മുഖ്യമന്ത്രിക്കെതിരെ, CPM-നെതിരെ, പോലീസിനെതിരെ അതിരൂക്ഷമായ വിമർശനം അൻവറിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. സമാനമായ വിമർശനം ഇന്നും പ്രതീക്ഷിക്കും, ആവർത്തിക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ കോഴിക്കോടാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് പൊതുയോഗമുള്ളത്. പക്ഷെ മാമി തിരോധാന കേസുമായി ബന്ധപ്പെട്ട പൊതുയോഗമാണ് ഇന്ന് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്ന കാര്യം, അല്ലേ? അതെ, പൊതുയോഗത്തിൽ മുഖ്യമന്ത്രിക്കും പോലീസിനുമെതിരെയുള്ള വിമർശനം അൻവർ തുടർന്നേക്കും. നിലമ്പൂരിൽ നടന്ന യോഗത്തിൽ പഴയ വിമർശനങ്ങളെല്ലാം അൻവർ ആവർത്തിച്ച പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കണം. CV അനുമോദ് അല്പസമയത്തിനകം ചേരും. അതിനു മുൻപ് അൻവർ ഇന്നലെ പറഞ്ഞ ചില കാര്യങ്ങളിലേക്ക് കൂടി നമുക്കൊന്ന് പോകണം. അൻവർ തന്റെ അണികളെ വലിയ തോതിൽ നടത്തിയ അനുമോദുണ്ട്. അനുമോദിലേക്ക് വളരെ പെട്ടെന്ന് വരാം. അതിനുശേഷം അൻവറിന്റെ ഇന്നലത്തെ പ്രസംഗത്തിലെ ചില വാക്കുകളിലേക്ക് കൂടി പോകണം. അനുമോദ്, വലിയ വിമർശനമാണ്. കാരണം മുഖ്യമന്ത്രിയെ ഒരുപക്ഷെ നേരിട്ട് ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന പിണറായി വിജയൻ എന്ന കേരളത്തിലെ കരുത്തനായ രാഷ്ട്രീയതാവിനെ ഇത്ര ശക്തമായ ഭാഷയിൽ വിമർശിക്കുന്ന ഒരു നേതാവ് അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം പിണറായിയുടെ 5 മിനിറ്റ് മാത്രമാണ് താൻ അൻവറിനെ കണ്ടത് എന്ന വാദം കൂടി പൊളിച്ചുകൊണ്ട് 37 മിനിറ്റ് കണ്ടു. ശശിയുടെ നേരെ നോക്കി ഇയാളാണ് പിണറായിയെ നശിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. പിണറായിയുടെ ഗ്രാഫ് 100-ൽ നിന്ന് 0-ലേക്ക് കുറഞ്ഞു എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞ് അണികളെ ആവേശഭരിതരാക്കിയുള്ള പ്രസംഗം, അതിനുശേഷമുള്ള സാഹചര്യം എങ്ങനെയാണ് അനുമോദ്? രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, നമ്മളൊക്കെ ഈ PV അൻവർ വാർത്താ സമ്മേളനം തുടങ്ങിയ ദിവസം മുതൽ ഇന്നലെ വരെ അദ്ദേഹത്തിന്റെ ഓരോ വാർത്താ സമ്മേളനങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ വെളിപ്പെടുത്തലുകൾക്കും നമ്മൾ ഉണ്ടായിരുന്നു. അന്നത്തെ സമയത്തൊക്കെ അദ്ദേഹം പറഞ്ഞ അതേ കാര്യങ്ങൾ കുറച്ചുകൂടി വലിയ വേദിയിൽ കുറച്ചുകൂടി ശക്തമായ ഭാഷയിൽ ആവർത്തിക്കുന്ന ഒരു സാഹചര്യം. അതിനും അപ്പുറത്തേക്ക്, വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതിനും അപ്പുറത്തേക്ക് കടന്നാക്രമണം നടത്തുന്ന തരത്തിലേക്കുള്ള ഒരു പ്രസംഗം. അതായത് എന്തുകൊണ്ട് താൻ ഇടതുപക്ഷത്തിന്റെ പുറത്തേക്ക് പോകേണ്ടി വന്നു എന്ന കാര്യത്തിൽ തന്നെ വിശ്വസിച്ച് അവിടെ എത്തിയ ആളുകൾക്ക് അവരെ ബോധ്യപ്പെടുത്താൻ വിശദീകരണങ്ങൾ നൽകുകയായിരുന്നു PV അൻവർ. അതും നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിയുടെ ആ 5 മിനിറ്റ് മാത്രമായിരുന്നു കൂടിക്കാഴ്ച എന്ന വാദം പൊളിച്ചുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ മുഖ്യമന്ത്രിയോട് പറഞ്ഞുവെന്ന് വ്യക്തമാക്കിയിട്ട് അതേസമയം താൻ മുൻപ് ഉന്നയിച്ച ADGP-ക്കെതിരായ ആക്ഷേപങ്ങളിൽ ഊന്നി ഇനി എന്ത് എന്നുള്ള കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമായി അദ്ദേഹം ജനങ്ങളോട് പറയുകയായിരുന്നു. ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ആവർത്തിക്കുകയാണെങ്കിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി അൻവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു സൂചന അദ്ദേഹം തന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ, അതായത് ഈ സ്വർണ്ണക്കടത്താവട്ടെ, ADGP-യുടെ അനധികൃത സമ്പാദനമാവട്ടെ, എടവണ്ണ റിധാൻ ബേസിൽ വധമാകട്ടെ തുടങ്ങി വിവിധ വിഷയങ്ങളിലൂന്നി ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് താൻ നേരിട്ട് ഇറങ്ങുമ്പോൾ ആരെല്ലാം തന്റെ കൂടെ ഉണ്ടാകുമെന്ന ചോദ്യമാണ് അദ്ദേഹം ഉയർത്തിയത്. അവിടെ എത്തിയതിൽ എല്ലാ പാർട്ടിയിൽ നിന്നുള്ള ആളുകളും ഉണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ അദ്ദേഹത്തിന്റെ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം പലരുമായി സംസാരിച്ചു. അതിൽ BJP-കാരും കേരള കോൺഗ്രസ്സുകാരും യൂത്ത് ലീഗുകാരും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ അൻവറിന്റെ ഈ ഒരു നിലപാടിൽ, സ്വതന്ത്രമായിട്ട് നിന്ന് മുന്നോട്ട് പോകാനുള്ള നിലപാടിൽ അവർക്കൊക്കെ നൽകാൻ കഴിയുന്ന പിന്തുണ വ്യക്തമാക്കുകയാണ് ചെയ്തത്. അതായത് അൻവർ ഇതേ രീതിയിൽ ജനങ്ങളെ കേട്ടുകൊണ്ട് ജനങ്ങൾക്കൊപ്പം നിന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ അൻവറിനൊപ്പം ജനങ്ങളും ഉണ്ടാകും എന്ന തരത്തിലേക്കുള്ള ഒരു പ്രതികരണമാണ് അവിടെ കൂടിയ ആളുകളിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. സ്വാഭാവികമായിട്ടും അൻവറിന്റെ ആദ്യ പൊതുസമ്മേളനമാണിത്. ഇനിയുള്ള ദിവസങ്ങളിലും അദ്ദേഹം സമാനമായ രീതിയിൽ ജനങ്ങളെ കാണും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ന് അദ്ദേഹം കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ വൈകുന്നേരം 6:30-ക്ക് മറ്റൊരു പൊതുസമ്മേളനം നടത്തുന്നുണ്ട്. അദ്ദേഹം ഏറ്റെടുത്ത ഒരു വിഷയമാണ് കോഴിക്കോട്ടെ മാമി തിരോധാനം. ആ വിഷയത്തിൽ കുറെ കൂടി കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ട്. അതിൽ തന്നെ ആ അന്വേഷണം ഇത്ര മാസമായിട്ടും എവിടെയും മുന്നോട്ട് പോയിട്ടില്ല. അത് തന്നെ ഏൽപ്പിച്ചാൽ
വെറും 15 ദിവസം കൊണ്ട് തെളിയിച്ചു തരുമെന്നാണ് PV അൻവർ ഇന്നലെ പ്രസംഗത്തിൽ പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ന് ഇന്നത്തെ ശ്രദ്ധ മുഴുവൻ കോഴിക്കോട്ടേക്കായിരിക്കും ഉണ്ടാവുക. PV അൻവർ കോഴിക്കോട് എന്ത് പറയും? ഇതിൽ രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങൾക്ക് അപ്പുറത്ത് അദ്ദേഹത്തിന്റെ ഭാവി പരിപാടികൾ അത് കൂടുതൽ എന്തെല്ലാം അദ്ദേഹം വിശദീകരിക്കും, വ്യക്തമാക്കും എന്നുള്ളതൊക്കെയാണ് പ്രധാനമായിട്ടും ഉറ്റുനോക്കുന്ന കാര്യം. ഇന്നലെ അദ്ദേഹം പറഞ്ഞതിന്റെ പ്രകമ്പനം അത് ഇന്നും അലയടിക്കുന്നതായിരിക്കും. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ വിമർശനങ്ങൾക്കുള്ള മറുപടികൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വിശദമായ മറുപടി അൻവറിന് നൽകിയിട്ടില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ഡൽഹിയിൽ വെച്ച് അദ്ദേഹം കണ്ടപ്പോൾ നാട്ടിലെത്തിയിട്ട് വിശദമായി കാണാമെന്നൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിക്കെതിരെ ഇപ്പോൾ PV അൻവർ ഉന്നയിച്ച ഈ ആരോപണങ്ങളൊക്കെ അതിനൊക്കെ ഉള്ള മറുപടിയും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിലെല്ലാം ആര്യ വളരെ ശക്തമായ ഭാഷയിലാണ് മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും കേരളത്തിൽ നിലനിൽക്കുന്ന സംവിധാനങ്ങൾക്കെതിരെയും ആഞ്ഞടിച്ചത്. കേരളം സ്ഫോടനാത്മകമായ അവസ്ഥയിലാണ് എന്നാണ് അൻവർ പറഞ്ഞത്. പോലീസിൽ ക്രിമിനൽ വൽക്കരണമുണ്ട്. മുഖ്യമന്ത്രി തന്നെ സംശയ നിഴലിൽ നിർത്തി. പോലീസ് സ്വർണം അടിച്ചു മാറ്റുന്നു. പോലീസിൽ 25% ക്രിമിനലുകളെന്നും PV അൻവർ ഇന്നലെ പൊതുയോഗത്തിൽ ആരോപിച്ചു. എന്താ കേരളത്തിന്റെ സ്ഥിതി? സ്ഫോടകാത്മകമായ അവസ്ഥയിൽ നിൽക്കുന്നു. നോക്കിയാൽ എന്തൊരു ശാന്തത, എന്തൊരു സമാധാനം. എത്ര നാൾ നിങ്ങൾക്കറിയോ ഈ നാട് എങ്ങോട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത്? പോലീസിന്റെ ഒരു 10-25% പൂർണ്ണമായും ക്രിമിനൽ വൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. ഒരു സംശയം നിങ്ങൾ അതിന് കരുതണ്ട. പലരും നിങ്ങളിൽ അനുഭവസ്ഥരല്ലേ? അപ്പൊ ആ ക്രിമിനൽ വൽക്കരണം വന്ന് ഈ രാജ്യത്തിന്റെ പൊതുമുതൽ പോലും എയർപോർട്ട് വഴി വരുന്ന സ്വർണം അത് പിടിച്ചെടുത്താൽ സർക്കാരിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യേണ്ട, ഈ നാടിന്റെ അസറ്റായി മാറേണ്ട സ്വർണം ഒരു വിഭാഗം വലിയൊരു ശതമാനം അടിച്ചു മാറ്റുന്നു. അതുമായി ബന്ധപ്പെട്ട് നാട്ടിൽ കൊലകൾ നടക്കുന്നു. ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, പോലീസ് നടപടി സ്വീകരിക്കുന്നത് കൊണ്ട് കള്ളക്കടത്തുകാർക്ക് കള്ളക്കടത്ത് നടത്താൻ ചെറിയ പ്രയാസം, ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോ അൻവർ ഉന്നയിക്കുന്നതിന് പിന്നിൽ ഈ പോലീസിനെ മാറ്റിക്കഴിഞ്ഞാൽ വലിയ കള്ളക്കടത്ത് നടത്താനുള്ള സൗകര്യമുണ്ടാകുമല്ലോ, ആ ലോബിയെ സഹായിക്കാനാണോ? അതാണ് ഇന്നലെ പോലീസിനെതിരെയാണ് അനുമോദ്. ഇന്നിപ്പോൾ പോലീസിനെതിരെ അൻവർ മനസ്സിലാക്കുന്നത് ഹൈക്കോടതിയിലേക്കാണ്. കാരണം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും ADGPക്കെതിരെ നടപടിയില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഒപ്പം മാമി തിരോധാനം, അതൊക്കെ നമുക്കറിയാം. ഈ മലപ്പുറം അല്ലെങ്കിൽ മലബാർ മേഖലയിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്ന വിഷയങ്ങളാണ് എന്നറിയാം. ഈ ന്യൂനപക്ഷ സംഘടനകൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിം സംഘടനകൾക്കൊക്കെ പോലീസിൽ നിന്ന് നീതി കിട്ടുന്നില്ല എന്ന ആക്ഷേപം നേരത്തെയുണ്ട്. അപ്പോൾ അങ്ങനെ എന്ത് വടിയാണോ വളരെ കൃത്യമായി തന്നെ സർക്കാരിനെ, CPMനെ, മുഖ്യമന്ത്രിയെ അടിക്കാൻ പറ്റുന്നത്, ആ കൃത്യമായി അത് ഉപയോഗിച്ചുള്ള പ്രയോഗങ്ങളാണ് അൻവറിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എന്നതും ശ്രദ്ധേയമാണ്. തീർച്ചയായും ആ വടി ഉപയോഗിച്ച് താൻ വഴിവെട്ടുകൂടി ചെയ്യാണ് അൻവർ ചെയ്യുന്നത്. അതേ വടി ഉപയോഗിച്ച് സർക്കാരിനെ അടിക്കുകയും ആ വടി ഉപയോഗിച്ച് വഴിവെട്ടുകയും ചെയ്യുന്നു. അതാണ് PV അൻവറിന്റെ ഇപ്പോഴത്തെ നീക്കങ്ങളെ നമ്മൾ കാണേണ്ടത്. നമുക്കറിയാം, ഏത് വിഷയം പറഞ്ഞാൽ ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് അവർക്കൊപ്പം നിൽക്കുന്നവരെ ചേർത്ത് നിർത്താനാകുമെന്ന് അൻവറിന് കൃത്യമായിട്ട് അറിയാം. അത്തരത്തിലുള്ള വിഷയങ്ങൾ അദ്ദേഹം കൃത്യമായി മനസ്സിലാക്കുന്നു, അതിൽ വിശദമായ കാര്യങ്ങൾ പങ്കുവെക്കുന്നു. അതോടൊപ്പം തന്നെ തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളെ അദ്ദേഹത്തിൻ്റെതായ ഭാഷയിൽ അതിരൂക്ഷമായ ശൈലിയിൽ വിമർശിക്കുന്നു. ഇതുവരെ ഒപ്പം നിന്നിരുന്ന സഖാക്കളെ ചേർത്ത് നിർത്തി, എന്നാൽ നേതൃത്വത്തെ തള്ളിപ്പറഞ്ഞ് തന്നോട് അനുഭാവമുള്ള മറ്റു പാർട്ടികളിൽ നിന്നുള്ള ആളുകളെ തനിക്കൊപ്പം ചേരാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ അദ്ദേഹം കാര്യങ്ങൾ നീക്കുകയാണ്. ഇത് ഒരു സ്വതന്ത്രമായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ മുന്നോട്ട് പോകുന്നതിന്റെ തുടക്കമാണെന്ന് അദ്ദേഹം പറയുന്നു. താൻ ജനങ്ങളോട് കൂടെയാണ്, ജനങ്ങളോട് ചോദിച്ച് തീരുമാനങ്ങൾ എടുക്കുകയുള്ളൂ എന്നെല്ലാം തന്നെ അദ്ദേഹം വിശദീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് നിലമ്പൂരിന് അപ്പുറത്തേക്ക്
ഒരു ജനപിന്തുണ മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ഒരു ജനപിന്തുണ നേടിയെടുക്കാൻ ഇതുകൊണ്ട് സാധിക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. നിലമ്പൂരിൽ ഇന്നലെ എത്തിച്ചേർന്ന ആളുകൾ അത് നിലമ്പൂരുകാർ മാത്രമല്ല, മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരുണ്ട്, സമീപ ജില്ലകളിൽ നിന്നുള്ളവരുണ്ട്. അപ്പോൾ ഇവരൊക്കെ അൻവറിനെ കാണാനും കേൾക്കാനും ഇത്രയും വലിയ ഒരു ജനസഞ്ചയമായി എത്തിച്ചേർന്നു, തടിച്ചുകൂടി എന്നുള്ളത് അൻവറിനെ സംബന്ധിച്ച് ആദ്യത്തെ ആത്മവിശ്വാസത്തിന്റെ ഒരു കാര്യം തന്നെയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ കാതോർക്കുവാൻ മലപ്പുറം ജില്ലയിലും അദ്ദേഹം പോകുന്നിടത്തൊക്കെ സമാനമായ രീതിയിൽ ഒരു ആൾക്കൂട്ടം വരികയാണെങ്കിൽ, ആൾക്കൂട്ടത്തെ ഇടതുപക്ഷം ഭയപ്പെടുന്നില്ല, പക്ഷെ ആൾക്കൂട്ടം അൻവറിനൊപ്പം നീങ്ങാൻ ഒരു സംഘമായിട്ട് മാറുകയാണെങ്കിലാണ് അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചും ഒരുപക്ഷെ വലതുപക്ഷത്തെ സംബന്ധിച്ചുമൊക്കെ ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. ഇപ്പോൾ ആദ്യത്തെ ദിവസം അദ്ദേഹം എന്ത് പറയുന്നത് കേൾക്കുവാൻ ആളുകൾ വരുമെന്ന് കണക്കൂട്ടൽ ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു, ഇടതുപക്ഷ നേതാക്കൾക്കുണ്ടായിരുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇനി ഈ ഒരു നീക്കങ്ങൾക്ക് അത് ഇടതുപക്ഷത്തിൽ നിന്നും വലതുപക്ഷത്തിൽ നിന്നും ആളുകൾ അൻവറിന്റെ കൂടേക്ക് മാറുകയാണെങ്കിൽ, അണികളായിട്ട് മാറുകയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വെല്ലുവിളി ഉണ്ടാക്കുന്ന സാഹചര്യം തന്നെയായിരിക്കും ഉണ്ടാക്കുക. എന്നാണെങ്കിലും ഇന്ന് മാമി കേസിൽ അൻവർ കോഴിക്കോട് എന്തെല്ലാം കാര്യങ്ങൾ കൂടുതൽ വെളിപ്പെടുത്തുമെന്നുള്ളത് കാണേണ്ട കാര്യം തന്നെയാണ്. അദ്ദേഹത്തിന്റെ വഴി അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്കുള്ള പ്രതികരണങ്ങൾ അത് എവിടെ നിന്നെല്ലാം ഏതെല്ലാം തരത്തിൽ വരുമെന്നും അത് കേരള രാഷ്ട്രീയത്തിൽ എന്തെല്ലാം തുടർചലനങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളതാണ് നമുക്ക് ഇന്ന് കണ്ടറിയേണ്ടത്. രഞ്ജിത്ത്.